കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലെത്തിക്കാനുള്ള നീക്കത്തിൽ കോട്ടയത്തെ കോൺഗ്രസിനുള്ളിൽ കടുത്ത വിയോജിപ്പ്. പാലായിലെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വിയോജിപ്പ് പരസ്യമാക്കി. കേരള കോൺഗ്രസ് എം വന്നാൽ വിജയിച്ച സീറ്റുകൾ ഉൾപ്പെടെ വിട്ടു നൽകേണ്ടി വരും എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. KPCC പ്രസിഡന്റും UDF കൺവീനറും അടക്കമുള്ളവർ കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്തതിന് പിന്നാലെയാണ് കോൺഗ്രസിനുള്ളിൽ അതൃപ്തി ഉടലെടുത്തത്. UDF-ന്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയിലടക്കം വലിയ പ്രതിഷേധമാണ് താഴെത്തട്ടിൽ. ജോസ് കെ മാണിയും കൂട്ടരും വന്നാൽ വിജയിച്ച സീറ്റുകളടക്കം കോൺഗ്രസിന് വിട്ടു നൽകേണ്ടി വരുമെന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഈ പാർട്ടിയുടെയും മുന്നണിയുടെയൊക്കെ സംസ്ഥാന നേതൃത്വം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെന്നും പ്രാക്ടിക്കലി ഗ്രൗണ്ട് റിയാലിറ്റി ഇപ്പോൾ ഞങ്ങളെപ്പോലെ താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു തിരിച്ചുവരവ് അംഗീകരിക്കാൻ സാധിക്കും. അത്രമാത്രം നിന്ദ്യമായ രീതിയിൽ ഞങ്ങളുടെ നേതാക്കളെ അധിക്ഷേപിക്കുന്ന, രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്ന ഒരു മുന്നണി കടന്നു വരുമ്പോൾ താഴേക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ അത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് ചില നേതാക്കൾ കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്യുന്നതെന്നാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ പറയുന്നത്. ചില മുതിർന്ന നേതാക്കൾക്കും ഇതേ നിലപാടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും സമാനമായ നിലപാടാണ്. നിലവിൽ മൗനം പാലിക്കുകയാണെങ്കിലും സീറ്റുകൾ വിട്ടു നൽകാൻ ജോസഫ് വിഭാഗവും തയ്യാറല്ല. ടോബി ജോൺസൺ, 24, കോട്ടയം.